വെളിച്ചമാണ്. ഒരാളെ കുറിച്ച് വേറൊരാളെ എവിടെങ്കിലും എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്നാൽ അസംഖ്യമായി അഥവാ യേശു ക്രിസ്തു പറയുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഓ ജീസസ് ലോകത്തിന്റെ വെളിച്ചം. അന്ധകാരം ഭൂമിയെയും കൂരിലിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. സ്തോത്രം, ഹല്ലേലൂയ. പാവാന്തകാലത്തിൽ തകർന്നുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ സത്യവെളിച്ചമായ യേശു ക്രിസ്തു നമ്മെ പോലെ ഒരു മനുഷ്യനായി ലോകത്തിൽ വന്ന് ജനിച്ചു, ജഡത്തിൽ വെളിപ്പെട്ടു. ആമേൻ. നിസ്തുല്യമായ ജനനം, യേശുവിനെ പോലെ ജീവിച്ച, ജനിച്ച, ഉപദേശിച്ച, മരിച്ച, ഉയർത്തെഴുന്നേറ്റ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ പോലെ ഒരു വ്യക്തിത്വത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഉലക മഹാന്മാരുടെ കല്ലറകളിൽ നിന്നും അടഞ്ഞു കിടക്കി അല്ലേ? അടഞ്ഞു കിടക്കി ലോകത്തെ കിടകിട ഉറപ്പിച്ച ചക്രവർത്തിമാര്, ഫാസിസ്റ്റുകള്, രാഷ്ട്രതന്ത്രജ്ഞന്മാര്, സിനിമാ താരങ്ങൾ, ഫുട്ബോൾ താരങ്ങൾ, ചക്രവർത്തിമാർ, യുദ്ധവീരന്മാർ, സ്തോത്രം, ലോക പ്രശസ്തമായ ഗ്രീക്ക് യവനായ തത്വചിന്തകന്മാരായ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, അല്ലേ? അവരുടെയൊക്കെ കല്ലറകൾ നമുക്ക് അടഞ്ഞു കിടക്കുന്നത് കാണാൻ കഴിയും. വിപ്ലവ നേതാക്കന്മാരായ കാറൽ മാർക്സ്, ലെനിൻ, ഏംഗൽസ്, ഇവരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുന്നത് കാണാം നമുക്ക്. യുദ്ധവീരന്മാരായ അലക്സാണ്ടർ ചക്രവർത്തി, ചാർലി മേയിൻ, സ്വതന്ത്രം, ഇങ്ങനെയുള്ളവരുടെ, നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കല്ലറകൾ നമുക്ക് അടഞ്ഞു കിടക്കുന്നത് കാണാം. ലോകൈക നേതാക്കളായ അബ്രഹാം ലിങ്കൺ, ജോൺ എഫ് കെന്നഡി തുടങ്ങിയ, ഗാന്ധിജി, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, ഇവരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുന്നത് കാണാം. ഒരിക്കൽ രാജ്ഘട്ടിലെ ശാന്തിവനത്തിൽ മതതീവ്രവാദികളുടെ വെടിയേറ്റ് ജീവൻ വെടിഞ്ഞ മഹാത്മാഗാന്ധിയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചു. മൂന്നാമത്തെ ദിവസം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ഓടി കല്ലറയുടെ അടുത്തേക്ക് വന്നിട്ട് നിലവിളിച്ചു പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, ഞാൻ വിചാരിച്ചു ക്രിസ്തുവിനെ പോലെ താങ്കൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പക്ഷേ മഹാത്മാഗാന്ധി ഉയർത്തെഴുന്നേറ്റില്ല. ഉയർത്തെഴുന്നേറ്റ് ഒരുവനേ ഉള്ളൂ. അവിടെ പലസ്തീനിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗമൊക്കെ വ്യർത്ഥമാ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ പോലെ നിസ്തുല്യൻ. സാധാരണ ഓരോ പ്രിയപ്പെട്ടവരെ, നേതാക്കന്മാരും മഹാന്മാരൊക്കെ ജനിച്ചതിന് ശേഷം അല്ലെങ്കിൽ മരണത്തിന് ശേഷം അല്ല ജീവിച്ചിരിക്കുമ്പോഴാണ് പ്രശസ്തരും പ്രഗത്ഭരും ഒക്കെ ആവുന്നു. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14, 9:6 ഒക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ആരായിരിക്കും അല്ലേ? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, അല്ലേ? അത്ഭുത മന്ത്രി, വീരനാം ദൈവം. ഹല്ലേലൂയ. നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ഒരു മകൻ ജനിച്ചിരിക്കുന്നു, അല്ലേ? ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്ന ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. നമ്മുടെ കർത്താവിനെ കുറിച്ച് എത്ര വ്യക്തവും ശക്തവുമായിട്ടുള്ള പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. കാലത്തിന്റെ സമ്പൂർണതയിൽ അന്നത്തെ കാലഘട്ടത്തിലും എന്നത്തെ കാലഘട്ടത്തിലും ഒരു കന്യകയായ സ്ത്രീ ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ അസംഭവ്യം. പുരുഷ ബന്ധമില്ലാതെ പരിശുദ്ധാത്മാവിനാൽ അത്യുന്നതന്റെ ശക്തി നിലവിട്ടപ്പോൾ കാലത്തിന്റെ സമ്പൂർണതയിൽ കന്യകയായ മറിയയുടെ ഉദരത്തോടും ചെറുതായി ലോകത്തിന്റെ ഗതിരവനായ യേശു പൂജാതനായി. യേശു ജനിച്ചപ്പോഴാണ് ആടുകളെ മേച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിനിധിയായ ആട്ടിടയന്മാരുടെ നടുവിലേക്ക് സ്വർഗത്തിലെ ദൂതൻ വന്നിട്ട് പറയുക. ലൂക്കോസിന്റെ സുവിശേഷം 2:10-11 പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, എല്ലാവർക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കേട്ടോ, അവൻ രക്ഷകനാണ്. രക്ഷകൻ ക്രിസ്തു എന്ന രക്ഷിതാവ്. അവന്റെ ജനനത്തിങ്കിൽ ശാസ്ത്രിമാർ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് കിഴക്ക് നക്ഷത്രം കണ്ടിട്ട് യേശു കുഞ്ഞിനെ കാണുവാൻ വേണ്ടി അവർ യാത്രയായി. അവര് വെറുതെ അല്ല യാത്രയായത്. അവരുടെ കയ്യിൽ
പൊന്ന്, മൂര്, കുന്തിരിക്കം, അമൂല്യങ്ങളായ വിശേഷ വസ്തുക്കളുമായി യാത്ര ചെയ്ത് അവർ ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആ ചോദ്യത്തിന്റെ മുന്നിൽ യെരൂശലേമും ഹെരോദാവും ഭ്രമിച്ചുപോയി. ജനനത്തിൽ തന്നെ രാജാവായിരുന്നു. ഹല്ലേലൂയ! അതുകൊണ്ടാ കാൽവരി ക്രൂശിൽ യേശു കിടക്കുമ്പോൾ രണ്ട് കള്ളന്മാർ അപ്പുറവും അപ്പുറവും കിടന്ന് ദുഷിച്ചു. അവസാനം ഒരു കള്ളൻ മാനസാന്തരപ്പെട്ടിട്ട് അവൻ മറ്റവനെ കുറ്റം പറഞ്ഞിടാ, നമ്മളൊക്കെ മോഷ്ടിച്ച് കള്ളത്തരമൊക്കെ കാണിച്ചിട്ട് അവിടെ കിടക്കുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തില്ല. സമശിക്ഷാവലിയിൽ അകപ്പെട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? എന്നിട്ട് അവൻ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് യേശു കർത്താവിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഒന്ന് ഓർക്കണമേ. ഉണ്ടോ? അപ്പൊ യേശു കർത്താവ് എന്താ പറഞ്ഞത്? ഇന്നു നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഒരു കള്ളന് കിട്ടിയ വെളിപ്പാട് ശിഷ്യന്മാർക്ക് പോലും കിട്ടിയില്ല. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? സ്വതന്ത്രം യേശു രാജാവായി വരുമെന്ന് ഒരു കള്ളൻ വിശ്വസിച്ചു. ക്രൂശീകരണ സമയത്ത് 3.5 വർഷത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കണ്ട ശിഷ്യന്മാർ അകലം വിട്ടു നടന്നു. ഒരു സാധാരണക്കാരി പെൺകുട്ടിയുടെ മുമ്പിൽ യേശുവിനെ അരിമ ശിഷ്യൻ പത്രോസ് തള്ളി പറഞ്ഞു, ഇവിടെ വാ. ആർക്കും വേണ്ടാത്തൊരു കള്ളൻ പറയും, യേശുവേ, നീ രാജാവായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് വരാൻ സമയമായി, പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ! കാഹളനാദം ധ്വനിക്കാൻ സമയമായി. നമ്മൾ ഒരുങ്ങിയിരിക്കാം, മണവാട്ടിയെ പോലെ, ബുദ്ധിയുള്ള മണവാട്ടിമാരെ പോലെ. നമ്മുടെ യേശു നിസ്തുല്യനാ, അല്ലേ? നമ്മുടെ യേശുവിന്റെ ഉപദേശങ്ങളൊക്കെ എത്ര പ്രസിദ്ധമാണെന്നറിയാമോ? മഹാത്മാഗാന്ധി പോലും ഗിരിപ്രഭാഷണം വായിച്ചിട്ടുണ്ട്. സ്തോത്രം! ആത്മാവിൽ ദരിദ്രനായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും, അല്ലേ? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ തുടങ്ങി ഒത്തിരി വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വചനങ്ങളൊക്കെ വായിച്ച് ആശ്വസിക്കുന്നവരാണ് നമ്മൾ. സ്തോത്രം! കാരണം വചനം ജഡമായവൻ തന്നെയാണ് ആ വചനം നമ്മോട് പറഞ്ഞത്, അല്ലേ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി മനുഷ്യനായി ലോകത്തിൽ വന്നു. സ്തോത്രം! അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്. യേശുവിനെ പോലെ ജനങ്ങളെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വം, യേശുവിനെ പോലെ സ്വഭാവ ശുദ്ധിയുള്ള ഒരു വ്യക്തിത്വം, അല്ലേ? ലോകത്തിൽ ആർക്കെങ്കിലും യേശുവിനെ കുറ്റം പറയാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒത്തിരി മഹാന്മാരും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ആരെങ്കിലും റോഡിൽ നിന്നുകൊണ്ട് ഇന്നയാൾക്ക് ഇന്നത് ചെയ്യാൻ കഴിയുമെന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ? പക്ഷെ ഞങ്ങൾ തൻ്റെ ഇടത്തോടെ പറയുന്നതിന്റെ കാരണം ഞങ്ങളുടെ കർത്താവ് വിശുദ്ധനായിരുന്നു, അവൻ നീതിമാനായിരുന്നു, അവന്റെ സ്വഭാവത്തിൽ, അവന്റെ ജീവിതത്തിൽ അവന്റെ കളങ്കം വന്നിട്ടില്ല. എന്റെ യേശു കർത്താവ് പറഞ്ഞത് മാറ്റി പറഞ്ഞിട്ടില്ല. എന്റെ യേശു കർത്താവ് ആരോട് നടത്തിയെന്ന് ക്ഷമ പറഞ്ഞിട്ടില്ല. കാരണം എന്റെ കർത്താവ് പറഞ്ഞത് തന്നെ, ഒരിക്കൽ പറയുന്നത് മാറ്റി പറഞ്ഞിട്ടില്ല. ദൈവജനമേ, നിങ്ങളോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിയാകും. നിങ്ങൾ വിശ്വസിച്ചാൽ മതി. സ്തോത്രം! ഹല്ലേലൂയ! എന്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസത്തിൽ കൃപയായി വന്നപ്പോൾ എന്റെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വായിച്ച വേദവാക്യം അറിയാമല്ലോ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും നിങ്ങളെല്ലാവരും, കണ്ടോ? കർത്താവ് പറയും, എല്ലാവരും, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉന്നത കുലജാതനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ പണ്ഡിതനെന്നോ പാവനെന്നോ ലക്ഷപ്രഭുവെന്നോ ലക്ഷം വീട് കോളനി താമസിക്കുന്നവനോ യേശുവിന് മുഖപക്ഷമില്ലെന്നേ. മുഖപക്ഷമില്ലാത്തൊരു നല്ല കർത്താവ് നമ്മുടെ കർത്താവാണ്. ജാതി നോക്കത്തില്ല, നിറം നോക്കത്തില്ല, മതം നോക്കത്തില്ല, ബാങ്ക് ബാലൻസ് നോക്കത്തില്ല. സ്വോത്രം! ഹൃദയം നോക്കും, കേട്ടോ, ഹൃദയം നോക്കും. നിന്റെ ഹൃദയ രഹസ്യങ്ങളെ അറിയുന്നവനെ കർത്താവ്, നിന്റെ നെടുവീർപ്പുകളെ അറിയുന്നവൻ, നിന്റെ കണ്ണുനീര് കാണുന്നവൻ, നിന്റെ കൂടെ നിന്റെ അടുത്തൊരു കണ്ണിൽ കിടക്കുന്ന നിന്റെ ഭർത്താവ് നിന്റെ കണ്ണുനീര് കാണുന്ന മകളെ. പക്ഷെ നിന്റെ കണ്ണിൽ നിന്ന്, നിന്റെ കണ്ണടയ്ക്ക് വെച്ച് മറച്ചിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴുന്നത് കണ്ട കർത്താവാണ്, കേട്ടോ. അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലതും അവന് നഗ്നവും വളർന്നുമായി കിടക്കുന്നു. അവനോടാണ് കാര്യമുള്ളത്. സ്വതന്ത്രം! അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവമേ, നീ ഞങ്ങളെ ശോധന ചെയ്ത് നന്നായി അറിഞ്ഞിരിക്കുന്നു, അല്ലേ? ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും സകലതും നീ അറിയുന്നവനാണ്. സർവജ്ഞാനിയാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് അവൻ ആരായിരുന്നു? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം
6 തൊട്ട് 12 വാക്യങ്ങൾ പറയുന്നവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ മാനുഷ്യവേഷത്തിലായി തന്നെത്താൻ ഒഴിച്ച് മാനുഷ്യവേഷമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി യേശു കർത്താവ് വന്നു. എൻ്റെ യേശു കർത്താവിനെ പോലെ സൗമ്യതയിൽ താഴ്മയുള്ള ഒരു നേതാവിനെ കാണിച്ചു തരാൻ കഴിയും. ഓരോ നേതാക്കന്മാരുടെയും ഞാൻ ആത്മീയ കാര്യങ്ങളല്ല പറയുന്നത്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യം സാധിക്കാൻ അവരുടെ വ്യാകും പിടിച്ച് കാലും തിരുമ്മി ഓച്ചാനിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ? സ്വതന്ത്രം തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അറിയാവുന്ന കൈവകിയെ, ജയലളിത അറിയാവുന്ന കൈവകിയെ, ആ ജയലളിതയുടെ മുമ്പിൽ പനീർസെൽവം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ റാപോലെ നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? അത്ര ബഹുമാനത്തോടെ നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മത നേതാക്കന്മാരുടെയും മുമ്പിലൊക്കെ വിശ്വാസികൾ നിൽക്കുന്നത് സ്വതന്ത്രം. പക്ഷെ എൻ്റെ കർത്താവ് അവൻ തേജസ് ഒഴിഞ്ഞു വെച്ചുകൊണ്ടൊരു പാവപ്പെട്ടവനായി അവൻ ജനിച്ചതവിടെയാണ്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായതുകൊണ്ട് പശുത്തൊട്ടിയിലാണ് എൻ്റെ കർത്താവിനെ കിടത്തിയത്. പാപത്തിൽ നശിച്ച് തകർന്നുപോയ മനുഷ്യനോട് താതാമ്യം പ്രാപിക്കുവാൻ സ്വതന്ത്രം ഒരു ദരിദ്രനായ യേശു ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു. ആ യേശു തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി മാതൃക കാണിച്ചു. എൻ്റെ യേശുവിനെ പോലെ താഴ്മയുള്ളവൻ, എൻ്റെ യേശുവിനെ പോലെ സൗമ്യതയുള്ളവൻ, എൻ്റെ യേശുവിന്റെ പാദപീഠത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കണം, എന്നാൽ നിങ്ങളുടെ ആത്മാക്കളുടെ ആശ്വാസം കണ്ടെത്തും. ആദാമ്യ പാപഭാരവുമായി മനുഷ്യൻ നടക്കുക. നിങ്ങളുടെ മുന്നിൽ നീ പ്രസംഗിക്കുന്ന ഉണ്ണികൃഷ്ണനും അങ്ങനെ നടന്നാളാ. അമ്പലങ്ങളിൽ ഭാഗവതം വായിച്ചു നടന്ന രാമുള്ള എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ കൊച്ചുമകനായ ഒരു ഹൈന്ദവനായ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന് 38 വർഷം കർമ്മകാണ്ഡങ്ങളിലൂടെ സഞ്ചരിച്ചൊരു മനുഷ്യൻ ഭിക്ഷാന്തേഹിയായി നഗ്നവാദനായി തീർത്ഥാടന യാത്രകളുടെ പരമ്പരകൾ നടത്തി. മോക്ഷം, മുക്തി, ഉത്സവങ്ങൾ, ഓണം, ചെറുപ്പ് മണ്ഡലകാലം ഒക്കെ ആഘോഷിച്ച ഒരു പശ്ചാത്തലം ഭൂതകാലം എനിക്ക് നിങ്ങളുടെ ഓർത്തെടുക്കുവാൻ കഴിയും. പക്ഷേ ആദാമ്യ പാപഭാരം കൊണ്ട് നടക്കുകയാണ് ഞാൻ. ആ പാപത്തിന്റെ, ആ ശാപത്തിന്റെ, ആ പാപത്തിന്റെ പരിണിതഫലമായി ശാപങ്ങൾ പേറി നടക്കുക. സ്വസ്ഥതയില്ല, സമാധാനമില്ല. അലോകത്തിലുള്ള കാലത്തിൽ സുന്ദരൻ ശോകനുമായിരുന്ന എൻ്റെ അച്ഛൻ എൻ്റെ നല്ല ചെറുപ്പത്തിൽ ഒരു മാരകമായ രോഗത്തിനടിമപ്പെട്ട് പാർക്കിൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം പിടിച്ച് നീണ്ട 20 വർഷം വിറച്ചും വിറങ്ങലിച്ചും നിർജീവമായി കട്ടിലിൽ കിടന്നും എഴുന്നേറ്റും വീണും എൻ്റെ ജീവിതം തള്ളി നീക്കി അവസാനം മരണത്തിന് കീഴടങ്ങി. എൻ്റെ ഒരു ചിറ്റപ്പൻ പട്ടാളത്തിൽ വെച്ച് നിസ്സാര കാര്യത്തിന് താൻ സ്നേഹിച്ചൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കത്തില്ല എന്നുള്ള കാരണത്തിൽ പട്ടാളത്തിൽ വെച്ച് ആ മനുഷ്യനും ആത്മഹത്യ ചെയ്തു. എൻ്റെ വേറെ ചിറ്റപ്പൻ രാമേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന മനുഷ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു. അദ്ദേഹം പരാലിസിസ് വന്ന് നടന്ന് അദ്ദേഹവും മരണത്തിന് കീഴടങ്ങി. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തിലെ ആൺമക്കളെയായിരുന്നു ഈ ശാപങ്ങൾ പിന്തുടരുന്നത്. പഠിക്കാൻ മിടുക്കനായിരുന്നു. എൻ്റെ കുടുംബത്തിൽ 10-ൽ പരം ഡോക്ടർമാരുണ്ട്. എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ ഇളമ്പൽ ജനിച്ചു വളർന്നു. ഒരു ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച എൻ്റെ വിദ്യാഭ്യാസം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ തകർച്ച തുടങ്ങി. 10ാം ക്ലാസ്സിൽ കട്ടിച്ച് SSLC പാസ്സായി. പുസ്തകം തുറക്കുമ്പോൾ പുസ്തകത്തിനകത്ത് മയങ്ങി വീഴുക. പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. പ്രീ ഡിഗ്രിയോടുകൂടെ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ നല്ല മിടുക്കന്മാരും സ്നേഹമുള്ളവരായിരുന്നു. സിഗരറ്റ് കത്തിച്ചിട്ട് വട്ടത്തിൽ പുകവിടാനും തമ്പാക്ക് വെക്കാനും ബിയർ കുടിക്കാനും ചാരായം കുടിക്കാനും കഞ്ചാവ് വലിക്കാനും ഒക്കെ പഠിപ്പിച്ചു. നല്ല കൂട്ടുകാരായിരുന്നതുകൊണ്ട് അവരെക്കാട്ടിലും മിടുക്കനായി ഞാൻ അതിൽ മുന്നേറ്റം നടന്നു. 1.5 കോടി രൂപ വില വരുന്ന വീടും വീട്ടിലിരുന്ന ടിവിയും ശകലതും വിറ്റ് കള്ളുകുടിച്ചൊരു ഭ്രാന്തനെ പോലെ സുവിശേഷ വിരോധിയായി ഒരു കൈയിൽ വടിവാളും ഒരു കൈയിൽ മദ്യക്കുപ്പിയും ആതറച്ച് പച്ചത്തറിയുമായി ഒരു തെരുവുനായെ പോലെ കടത്തിണ്ണകളിലും കപ്പക്കാട്ടിലും ഉത്സവ പറമ്പുകളിൽ ഛർദ്ദിച്ച് കിടന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലേ? ഇതൊക്കെ വെറുതെ ആളുകളുടെ പ്രീതി പറ്റത്താൻ പഠിക്കുന്നത്. പ്രീതി കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യമില്ല. ഞാൻ ഈ വിളക്കുടി പഞ്ചായത്തിലാണ് ജനിച്ചു വളർന്നത്. തിരുവടിയിൽ അവിടെ ചെന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയായിരുന്നു ജീവിച്ചത് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഇത് പുകഴ്ചയ്ക്ക് വേണ്ടി പറയുന്നതല്ല. ഞാൻ പോകാൻ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ, കാവുകൾ, കുടുംബ പരദേവതാ ക്ഷേത്രങ്ങൾ, കർമ്മകാണ്ഡങ്ങളിലൂടെ സഞ്ചരിച്ചു. കേരളത്തിലെ അറിയപ്പെടുന്ന ജ്യോത്സ്യന്മാരുടെ അടുത്ത് പലവരും പോയി. കുടമാളൂർ ശർമ്മ, ആറാട്ടുപുഴ ശശിധരൻ, കിടവൂർ രാജേന്ദ്രൻ തുടങ്ങി ചെറുതും വലുതുമായി അവസാനം ചാത്തൻ സേവാ മഠത്തിൽ വരെ പോയി. ബുധശുക്രന്മാരുടെ സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്ന പാഴൂർ പടിപ്പുരയിൽ പോകുന്നതിന് മുമ്പ് യേശുവിനെ സ്വീകരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി.
ഹല്ലേലൂയ. സ്വതന്ത്രം. മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, കുടുംബശാപങ്ങൾ പിന്തുടർന്ന അസ്ഥിവാരം തോണ്ടിയ ഒരു കുടുംബം. അച്ഛൻ രോഗിയായി 20 വർഷം പിടച്ച് കിടന്ന് മരിച്ചു. ചിറ്റപ്പന്മാർ 2 പേരും മരിച്ചു. ഒരാൾ ആത്മഹത്യ ചെയ്തു. എല്ലാം തകർന്ന് തരിപ്പണമായി പ്രാണനെ പോലെ നടന്നു ചെറുപ്പക്കാരൻ. അമ്മയുടെ കുടുംബം കവകഞ്ചേരിയിൽ, അറിയാമല്ലോ കവകഞ്ചേരി. 2 അമ്മാവന്മാർ വ്യത്യസ്ത സമയങ്ങളിൽ ആത്മഹത്യ. ഒരു അമ്മാവൻ നാട് വിട്ടുപോയി, എവിടാന്നറിയില്ല. നിത്യമായി ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരുന്ന 2 വല്യമ്മച്ചിമാർ ക്യാൻസർ വന്നാണ് മരിച്ചത്. ഒരമ്മാവന്റെ മകൻ വർഷങ്ങൾക്ക് മുമ്പ് കുന്നിക്കോട് സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന വിനോദ് വിടൂർ വെച്ച് നടന്നൊരു വാഹനാപകടത്തിൽ അവനും മരണപ്പെട്ടു. അവൻ്റെ അനിയൻ തലൂർ താമസിച്ചുകൊണ്ടിരുന്ന അവനും നിരാശിതനായി അവനും ആത്മഹത്യ ചെയ്തു. ഇതാണ് അച്ഛൻ്റെയും അമ്മയുടെ കുടുംബ പശ്ചാത്തലം. കല്യാണം 30ാമത്തെ വയസ്സിൽ കഴിച്ചു. എൻ്റെ അളിയൻ സുന്ദരനും സുമുഖനും അരോഗത്തിൻ്റെ കാരണമായ ചെറുപ്പക്കാരൻ മദ്യത്തിനും ലഹരിക്കും അടിമയായി. അവന് വേണ്ടി ഞാനും എൻ്റെ ഭാര്യയുടെ അമ്മയും കൂടെ പോകാത്ത ക്ഷേത്രങ്ങളില്ല, മുട്ടാത്ത വാതിലുകളില്ല, കാണാത്ത ജ്യോതിഷന്മാരില്ല. ഒരു രാത്രി മുഴുരാത്രി അവൻ്റെ ഭാര്യ വീട്ടിൽ 2 പോറ്റിമാരെ വിളിച്ച് 5 or 6 ഹോമങ്ങൾ നടത്തി മോക്ഷത്തിന് വേണ്ടി. ശാപങ്ങൾ മാറാൻ കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ അതേ വീട്ടിൽ അവർ കിടക്കുന്ന ബെഡ്റൂമിൽ ഒരു സീലിംഗ് ഫാനിൽ എൻ്റെ അളിയൻ തൂങ്ങി നിൽക്കുന്ന ദയനീയ ചിത്രം കണ്ടവനായാണ്. പോകാത്ത വാതിലുകളില്ല, മുട്ടാത്ത ആളുകളില്ല, എല്ലാ വാതിലുകളും അടഞ്ഞ് എന്നെ രക്ഷിക്കുവാൻ എൻ്റെ പാരമ്പര്യത്തിന് കഴിഞ്ഞു. ഞാൻ വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, അതിൻ്റെ നേതാക്കന്മാർക്ക്, വിപ്ലവാശയങ്ങൾക്ക്, ലോകത്തിന്റെ തത്വസംഹിതകൾക്ക്, ലോകപ്പ് പഠനങ്ങൾക്ക്, സൈക്കോളജി, സൈക്യാട്രി, ഹിപ്നോട്ടിസം, മെസ്മറിസം, ആസ്ട്രോളജി, പാൽമിസ്ട്രി, ആർട്ട് ഓഫ് ലിവിംഗ്, യോഗ, ഇതിനൊന്നും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സ്വതന്ത്രം. ജീവിതത്തിന്റെ യാത്രയിൽ 25-ൽ പരം ജോലികൾ ചെയ്ത് രാഷ്ട്രീയം, സിനിമ, ബിസിനസ്, ഇൻസ്റ്റാൾമെന്റ്, സെക്യൂരിറ്റി, ഗൾഫ് യാത്രകൾ എല്ലാം തകർന്ന് തരിപ്പണമായി അവസാനം ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ചെങ്ങന്നൂർ ശിവക്ഷേത്രത്തിന് സമീപം ഒരു 7 നോക്കുന്ന താളിയോലക്കെട്ടുകൾ നോക്കി ഭാവി ഭൂത വർത്തമാനം പറയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് മനസ്സിലാക്കി കടം അമ്മ വാങ്ങിച്ചു തന്ന 1000 രൂപയുമായി അവിടെ ചെന്നു. 1000 രൂപ ദക്ഷിണ വെച്ചു. താളിയോലക്കെട്ടുകൾ പരന്നു നോക്കി അവർ പറഞ്ഞു, മകനെ ഉണ്ണികൃഷ്ണ, നിന്റെ പ്രശ്നങ്ങളുടെ കാരണം പൂർവജന്മദോഷമാണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പൂർവജന്മത്തിൽ ഞാൻ ചെയ്ത ദോഷമാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, യോത്സലേ, പൂർവജന്മത്തിൽ ഞാൻ ആരായിരുന്നു? താങ്കൾ തമിഴ്നാട്ടിൽ തൃശ്ശിനാപ്പള്ളിക്കടുത്ത് തുറയൂർ എന്ന ഗ്രാമത്തിൽ ഒരു വ്യാപാരി കുടുംബത്തിൽ ജനിച്ച് കൂടെയുള്ളവരെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും നീചപ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് താങ്കൾ രവീന്ദ്രൻപിള്ളിയുടെ ഓമനയമ്മയുടെ മകനായി വിളക്കുടി പഞ്ചായത്തിൽ ഇളമ്പ തിരുവടി വന്ന് ജനിച്ചിട്ട് ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഞാൻ ചോദിച്ചു, ഈ കഷ്ടങ്ങൾ മാറാൻ എന്താണ് പ്രതിവിധി? ഒരു നീണ്ട ലിസ്റ്റ് എഴുതി തന്നു. ലോക പ്രശസ്ത നവഗ്രഹ ക്ഷേത്രങ്ങൾ, തമിഴ്നാട്ടിലെ തഞ്ചാവൂർ, കുംഭകോണം, അവിടെ അനേക ക്ഷേത്രങ്ങളുണ്ട്. മധുര മീനാക്ഷി കോവിൽ, ശിവാനി കോവിൽ. ഒരു തീർത്ഥാടന യാത്രയുടെ പരമ്പര ഞാൻ നടത്തി. സുവിശേഷം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് പാവപ്പെട്ട ഉപദേശിമാര് തോൾസഞ്ചിയുമായിട്ട് വന്ന്, മോനെ, യേശു രക്ഷകനാണ്, പാപം ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ പുച്ഛമായിരുന്നു. പുച്ഛം. ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ ലോകത്തിൽ കിട്ടുന്ന മദ്യം, മയക്കുമരുന്ന്, നല്ല ഫുഡ്, സിനിമ, ഇതൊക്കെ ആസ്വദിച്ച് ജീവിക്കുക, മരിക്കുക, മരണത്തിനപ്പുറം ഒന്നുമില്ലെന്നാണ് വിശ്വസിച്ചിരുന്നത്. പലരും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ പറയുന്നത്, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ്, അതിലൂടെ കടക്കുന്നവർ അനേകർ. എന്നാൽ ജീവന്റെ മാർഗം, ജീവനിലേക്ക് കടക്കുന്ന വാതിലും വഴി ഇടുക്കവും ഞെരുക്കമുള്ളത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. പല ആശയങ്ങളും തത്വസംഹിതകളും നിരീശ്വരവാദവും പഠിപ്പിക്കുന്നത് മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നത്. അപ്പൊ എന്ത് തോന്നിവാസവും എന്ത് വൃത്തികേടും കൂടെ കാണിക്കാമല്ലോ. അല്ലല്ലല്ലല്ല, ദേശമേ, മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട്. മരണം കൊണ്ട് ഇവിടുത്തെ മഹാന്മാരുടെ ആശയങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ മരണത്തെ ജയിച്ചതിന്റെ യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിതത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. ബൈബിൾ പഠിപ്പിക്കുന്നു, എബ്രായലേഖനം 9:27, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കും.
പോകുന്ന വഴിക്ക് ബസ്സിലിരുന്നുകൊണ്ട് ഞാൻ സുവിശേഷം കേട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വള്ളിക്കാവ് തിരുവഴി ഒരു കുന്നിന്റെ മുകളിൽ ഒരു പള്ളിയുണ്ട്, പള്ളി, കത്തോലിക്ക പള്ളി. അവിടെ കരോളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. രാത്രി കരോളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് എല്ലാവരും കിടന്നിറങ്ങുമ്പോൾ വലിയ ഗഞ്ചറ ഞാൻ ഒറ്റയാട്ടിക്ക് പിള്ളേരെ ഉണർത്തിയതും സാന്താക്ലോസിനെ പറയുന്നത് കല്ലെടുത്തെറിഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മ വരും. അപ്പോൾ ഡിസംബർ മാസത്തിലാണോ പെരുന്നാളിന്റെ സമയമാണോ എന്നറിയില്ല, ആ കുന്നിന്റെ മുകളിലെ പള്ളിയിൽ നിന്ന് മനോഹരമായ പാട്ടുകൾ കേൾക്കാമായിരുന്നു. അതിൽ ഞാൻ കേട്ടൊരു പാട്ടാ, ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾക്കൂ, ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു, ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഈ വരികൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ദൈവങ്ങൾ ഒരു സുവിശേഷ വിരോധിയായി ജീവിക്കുമ്പോഴും ആ വരികൾ എൻ്റെ ഹൃദയത്തെ തട്ടി. എനിക്ക് മനസ്സിലായി ആ വരികളിൽ ഒരു ജീവനുണ്ട്. പറഞ്ഞു പാടിയപ്പോൾ ഒരു ശരീരം കോരിത്തരിക്കുന്നുണ്ടോ. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു, ഈ ബൈബിൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ചരിത്ര പുരുഷനാണ്. അവൻ ചരിത്ര സത്യമാണ്. അവൻ ചരിത്രത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. അവൻ ലോക ചരിത്രത്തെ ഏഴ് എന്നും വീശി എന്നും രണ്ടായി തിരിച്ചവരാണ്. യേശു ഒരു വ്യക്തിയല്ല, യേശു മാത്രമാണ് സത്യം. ഹല്ലേലൂയ. ആ വരികൾ എന്നെ സ്വാധീനിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഗുജറാത്ത് എന്ന സ്ഥലത്ത് പോയ കൂട്ടത്തിൽ ഞാൻ അവിടെയും ആദ്യമായി ഒരു പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തു. ചുമ്മാ പോയതാ. അല്ലെങ്കിൽ പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ നിന്നും ആത്മാർത്ഥതയോടെ കടന്നു വരുന്ന ഒരു കുറവാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായ അവസ്ഥാനത്തെ കച്ചിത്തുരുമ്പ് എന്നാലൊന്ന് പോയേക്കാം. പാവപ്പെട്ട ശിവൻകുട്ടി പാഷ അല്ലയോ, വലിയ തടിയും തണ്ടുമൊന്നുമില്ല എങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാൽ ശിവൻകുട്ടി പാഷ ഉണ്ണികൃഷ്ണനും അല്ല സൗഖ്യം കൊടുക്കുന്നത്, കർത്താവായ യേശുവാണ് സൗഖ്യം കൊടുക്കുന്നത്. അങ്ങനെ സൗഖ്യമായ ജനലക്ഷങ്ങളായിരുന്നു പെന്തക്കോസ്തിലുള്ളത്. ആമേൻ. രോഗത്താൽ വലഞ്ഞവര്, യേശു സൗഖ്യം കൊടുത്തവര്, ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട ദൈവദാസന്മാർ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭ്രാന്തന്മാരുടെ ഭ്രാന്ത് മാറി, മാനസിക രോഗികളുടെ മാനസിക രോഗം മാറി, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരെ യേശു സൗഖ്യമാക്കി. ആർക്കും വേണ്ടാത്തവരെ യേശുവിന് വേണമെന്ന്, ആർക്കും വേണ്ടാത്തവരെ യേശുവിന് വേണം. തകർന്നവരെല്ലാം പെന്തക്കോസ്ത് കൂട്ടായ്മകളിൽ വന്നിരുന്ന് കണ്ണു തുറന്നാ ചിലർ വന്ന് ആദ്യം ഇരിക്കുന്നത്. പണ്ടൊരു കേൾവി ഉണ്ടായിരുന്ന ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു. ഞങ്ങളൊക്കെ പാവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. പിന്നെ ആരെങ്കിലും ദൈവസ്നേഹത്തിൽ എന്തെങ്കിലും തന്നാൽ ഞങ്ങൾ സ്വീകരിക്കുന്നതല്ലാതെ ഞങ്ങളൊക്കെ നിസ്വാർത്ഥമായി കർത്താവിന്റെ മേലെ കവലകളിലാണ് പ്രസംഗിക്കുന്നത്. സ്വതന്ത്രം, ദൈവത്തിന് മഹത്വം. കവലകളിലും തെരുക്കോണുകളിലും കോളനികളിലും എസ്റ്റേറ്റ് ലയങ്ങളിലും പ്രൈവറ്റ് ഏരിയകളിലും പാവങ്ങളുടെ വീട്ടിൽ ഇതുപോലെയുള്ള സുവിശേഷത നടത്തുന്നൊന്നും പ്രതിഫലേച്ഛ ഇച്ഛിച്ചല്ല. നിങ്ങളുടെ ഭവനങ്ങളിൽ മുറ്റത്ത് കൺവെൻഷൻ നടത്തണമെങ്കിൽ ഞങ്ങൾ വന്ന് നടത്തും. നിങ്ങൾ ഒന്നും തരണ്ട, ഒരു ഗ്ലാസ് ചൂടുവെള്ളം സന്തോഷത്തോടെ തന്നാൽ കുടിക്കും. താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വരും, നിർബന്ധിക്കത്തില്ല. ദേശത്തിന്റെ ഉണർവിനായി അല്ലേ. ദൈവം കർത്താവ് തന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു സൈക്കിൾ പോലും ഇല്ലാതെ വലിയ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്ന കുടുംബത്തിൽ നട്ടം തിരിഞ്ഞ് തകർന്ന് 100 രൂപ എടുക്കാനില്ലാതെ നടന്ന ആ സമയത്ത് കർത്താവ്, ഞാൻ പറഞ്ഞല്ലോ വിശ്വാസത്തിൽ വരാനുള്ള കാരണങ്ങൾ. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഹൃദയത്തിൽ ആരോ പറയുക, മകനെ ഉണ്ണികൃഷ്ണ, നീ എവിടെ പോയാലും നിനക്ക് സമാധാനം കിട്ടത്തില്ല. എനിക്ക് മനസ്സിലായി എന്നോട് സംസാരിക്കുന്നത് കർത്താവ് യേശുവിന്റെ ശബ്ദമാണ്. പാരമ്പര്യം വിടാനുള്ള ഭയം കൊണ്ട്, പാരമ്പര്യം വിട്ടാൽ മറ്റുള്ളവർ വെട്ടിക്കൊല്ലുമെന്നുള്ള ഭീതി കൊണ്ടുമൊക്കെ ഞാൻ പിടിച്ചു നിന്നു. പക്ഷേ രണ്ടാമത്തെ ഗൾഫ് യാത്രയിൽ എല്ലാം തകർന്നവനായി തരിപ്പണമായി ഒരു കൂട്ടം മദ്യക്കുപ്പിയുടെ നടുവിൽ മദ്യത്തിന്റെ രൂക്ഷഗന്ധമായി തകർന്നിരിക്കുന്നു. അവിടെ കിടന്ന് ഞാൻ നിലവിളിച്ചു, എന്നെ രക്ഷിക്കാൻ എൻ്റെ പാരമ്പര്യത്തിന് കഴിയുമോ? 38 വർഷം ഉപവാസിച്ച ആ ശക്തികൾക്ക് കഴിയുമോ? എന്റെ തകർച്ചയിൽ നിന്ന്, എന്റെ ശാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ കഴിയുമോ? ഇല്ല. അവരാരും ഇറങ്ങി വന്നില്ല.
ഞാൻ വായിച്ച പുസ്തകങ്ങളുടെ അറിവുകൾക്ക് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്റെ കണ്ണുനീര് കണ്ടിട്ട് മാറിപ്പോകാത്തവനായ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു. ആ കർത്താവിന്റെ സ്നേഹമസൃണമായ ശബ്ദം ഞാൻ കേട്ടു. എനിക്ക് മനസ്സിലായി, രക്ഷ നൽകാൻ കഴിയുന്നവൻ, സമാധാനം നൽകാൻ കഴിയുന്നവൻ, നിത്യജീവൻ നൽകാൻ കഴിയുന്ന ഏക നിത്യ സത്യ ദൈവം യേശു ക്രിസ്തുവാണെന്ന് മനസ്സിലായി. അവിടെ വെച്ച് ഞാൻ എൻ്റെ ജീവിതം എൻ്റെ യേശു കർത്താവിനായി സമർപ്പിച്ചു. അവിടെ നിന്നുകൊണ്ട് ഒരു പാസ്റ്ററെ വിളിച്ചു. ആ പാസ്റ്റർ കടന്നു വന്നു. 2 ദൈവദാസന്മാരെ അയച്ചു എന്നെക്കുറിച്ചൊന്ന് പഠിക്കാൻ. മദ്യത്തിന്റെ രൂക്ഷഗന്ധമായി ജീവിതം തകർന്നവനായി ഭ്രാന്തനെ പോലെ UAE എന്ന അറബ് രാജ്യത്ത് അജ്മാനിൽ ഒരു ലേബർ ക്യാമ്പിൽ ഇരിക്കുന്ന ഒരു ഭ്രാന്ത തുല്യമായി ജീവിതം നയിച്ച് ജീവിതത്തിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചവൻ എന്നെ കണ്ടിട്ട് അവർ പറഞ്ഞു, വിട്ടേരെ, ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെടത്തില്ല. പക്ഷെ എന്നെ കർത്താവ് കണ്ടത്. അവിടെ വെച്ച് ഞാൻ തീരുമാനമെടുത്ത് പുനലൂരിൽ വന്നു. പുനലൂർ ഷാരോൺ ചർച്ചിലെ ജോൺസൺ പാസ് അടുക്കൽ വന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ സ്നാനപ്പെടുത്തും, നിന്നെ ദൈവം കണ്ടതാണെന്ന്. ആ മനുഷ്യന്റെ കൈ കീഴിൽ 2/4/2016 ഐക്യലക്കോണം പുനലൂർ കല്ലടയാറ്റിൽ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന കർത്താവ് യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയായ വിശ്വാസ സ്നാനം ഞാൻ സ്വീകരിച്ചു. ഞാൻ സ്ഥാനക്കുളത്തിൽ നാട്ടിൽ നിന്ന് കരയ്ക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരിക്കും മാറ്റങ്ങൾ സംഭവിച്ചു. അന്ന് വരെ ചെയ്തു കൂട്ടിയ മഹാപാതകങ്ങളെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനികളുടെ വീടുകളിൽ പോയി ഞാൻ അനേകരെ ഉപദ്രവിച്ചവനാണ്. പാവപ്പെട്ട ബന്ധക്കോസുകാരന്റെ കടയുടെ ബോർഡെടുത്ത് തകർത്തവൻ, പാവപ്പെട്ട പോസ്റ്റ്മാൻ ജോർജാന്റെ വഴിയിൽ കല്ലുകൾ നിരത്തി വെച്ച് അദ്ദേഹത്തെ മറിച്ചിടാൻ ശ്രമിച്ചവൻ, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് ബന്ധക്കോസുകാരെ കളിയാക്കി നടന്നവൻ, യേശു നല്ലവൻ, നല്ല മീശയുള്ളവൻ, നല്ല താടിയുള്ളവൻ, പാട്ടുപാടി നടന്നവൻ, അന്യഭാഷയെ കളിയാക്കിയവൻ, പെന്തക്കോസ്ത് പാസ്റ്ററെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ച് കണ്ണു കുടിച്ചവനായിരുന്നു ഞാൻ. ചുമ്മാ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ, അത്രയും തകർന്നവനായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ അന്ന് വരെ ചെയ്തു കൂട്ടിയ മഹാപാതകങ്ങളെ ഒരു ചിത്രം പോലെ തെളിഞ്ഞു വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഞാൻ വേദനിപ്പിച്ച, ഞാൻ ഉപദ്രവിച്ച ക്രിസ്ത്യാനികളുടെ വീടുകളിൽ പോയി ഞാൻ അവരോട് മാപ്പ് പറഞ്ഞു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇതാ പഴയത് കഴിഞ്ഞു, എല്ലാം പുതുതായി തീർന്നു. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ്. ന്യൂ ക്രിയേഷൻ. എന്റെ ചരിത്രം മാറാൻ തുടങ്ങി. ബൈബിളിനെ കുറിച്ച് ABCD അറിയാത്ത ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി. എന്റെ ഉദരത്തിൽ നിന്ന് അനേക വർഷങ്ങളായി എന്റെ വിദ്യാഭ്യാസത്തെ തകർത്ത, ഭാവിയെ തച്ചുടച്ച, മദ്യപാനത്തിന് എന്നെ അടിമയാക്കിയ ആ കൈവശമെന്ന വിഷം എന്റെ ഉദരത്തിൽ നിന്ന് ശാസിച്ചു പുറത്തുപോയി. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച വിശാഖത്തിന്റെ ബന്ധനങ്ങളെയെല്ലാം ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ മകയിരത്തിന്റെ ബന്ധനത്തെ പൊട്ടിക്കാൻ നിനക്ക് കഴിയുമോ? കാർത്തികയുടെ ബന്ധനത്തെ തകർക്കാൻ നിനക്ക് കഴിയുമോ? പാരമ്പര്യ ബന്ധനങ്ങൾ, അന്തരീക്ഷ മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന നക്ഷത്ര സമൂഹത്തിന്റെ പൈശാചിക ബന്ധനങ്ങളെ എന്റെ കർത്താവ് അറുത്തു മാറ്റി ഞാൻ സ്വതന്ത്രനായി ആശ്വാസം കണ്ടെത്തി. ക്രിസ്തുവിൽ നിത്യ ആശ്വാസം ഞാൻ കണ്ടെത്തി. ഞാനിന്ന് സ്വതന്ത്രനാണ്. എന്നെ പിന്തുടരുന്ന ആദാമ്യ പാപഭാരത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ എന്നിൽ നിന്ന് ഒഴിഞ്ഞുപോയി. നമ്മളൊക്കെ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ചുമടുമായി പോകുന്ന ജനങ്ങൾക്ക് കാളവണ്ടിക്ക് മുമ്പേ അല്പാശ്വാസത്തിന് ചുമട് താങ്ങിയുണ്ട്, അല്ലേ? ആ ചുമട് താങ്ങിക്കകത്തേക്ക് ചുമട് വെക്കുമ്പോൾ ഒരു ആശ്വാസം. കാളവണ്ടിക്കകത്ത് കയറിയിട്ട് നമ്മൾ ഭാരം തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുമോ? ബോംബെക്ക് പോകുന്ന ഒരു പാസഞ്ചർ തന്റെ ലഗേജുകൾ ട്രെയിനകത്ത് കയറിയിട്ട് തോളെ വെച്ചുകൊണ്ട് നിൽക്കുമോ? ഇല്ല. ആരാമ്യ ഭാരം മുഴുവനും നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു. അതുകൊണ്ടാ പറയുന്നത്, നിന്റെ ഭാരങ്ങളും നിന്റെ ചിന്താകുലങ്ങളും യേശു കർത്താവിന്റെ ചുമലിലേക്ക് നീ ഇട്ടുകൊണ്ട് നീ എന്തിനായി ഭാരം ചുമക്കുന്നേ? നിനക്ക് വിശ്വാസമില്ലേ? കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. കൂടെ കൂടെ ശക്തി കുറയുന്നവനും കൂടെ
ശക്തി കൂട്ടിക്കൊടുക്കേണ്ട അവസ്ഥയൊന്നും കർത്താവിനില്ല. അവൻ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. അവൻ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു വാർഡിന്റെ മൂലയിൽ കുത്തിയിരിക്കുന്ന മൗനി ബാബയല്ല കർത്താവ്. ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷ മാത്രം അറിയാവുന്ന ഒരു മൗനി ബാബയല്ല എന്റെ കർത്താവ്. ബസ്സിലും ലോറിയിലും ഇവര് നിറഞ്ഞു കൊടുക്കുന്ന ഭിക്ഷക്കാശുകൾ ശേഖരിച്ചു വെച്ച് അഹോവൃത്തി കഴിക്കേണ്ട ഗതികേടുള്ള തെരുവിയാരല്ല എന്റെ കർത്താവ്. ഇവിടെ എന്റെ കർത്താവിന് എന്റെ ഹൃദയം മതി. സഹോദരി, ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന കുടപ്പിറപ്പേ, നീ പാപഭാരം ചുമന്നുകൊണ്ട് നടക്കണ്ട. നിന്റെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് കാൽവറി ക്രൂശിൽ 2024 വർഷങ്ങൾക്കപ്പുറം 3 കാര്യപാണികളിൽ മുൾക്കിരീടധാരിയായി റോമൻ സാമ്രാജ്യത്തിന്റെ ചാട്ടവാറടികൾ ഏറ്റുവാങ്ങി തന്റെ ചങ്കിലെ അവസാനത്തിന്റെ രക്തം വരെയും മാനകുലത്തിന് വേണ്ടി യേശു ചൊരിഞ്ഞു കൊടുത്തു. നിന്റെയും രക്തത്തിന്, നിന്റെയും പാപത്തിന് യേശു പരിഹാരം വരുത്തി. നീ മദ്യത്തിന്റെ കനൽ വഴികളിലൂടെ സഞ്ചരിച്ച് കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തി നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് എന്തിനിങ്ങനെ ശാപമായി ജീവിക്കുന്നു? നിന്നെ യേശുവിന് വേണം. മടങ്ങി വരാൻ മനസ്സുണ്ടോ? ഭാവിയാണെന്ന് തുറന്ന് സമ്മതിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ആദാമ്യ പാപഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന സഹോദര, നീ വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ അതിന്റെ ആശയങ്ങൾക്കോ ലോകത്തിന്റെ തത്വസംഹിതകൾക്കോ ഒരു ബിഗ് ബാങ് തിയറിക്കോ പരിണാമവാദത്തിനോ ഒന്നിനും നിനക്ക് ആശ്വാസം തരാൻ കഴിയത്തില്ല. നീ കുടിക്കുന്ന മദ്യത്തിന് ഒരു പക്ഷേ നിനക്ക് അല്പം ആശ്വാസം നൽകാൻ കഴിയുമെന്ന് നിനക്ക് തോന്നും. നിന്റെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ തകർച്ചയായി മാറും. നീ ആശ്വാസത്തിന് സിനിമാ തിയേറ്ററിൽ പോകും. 2.5 മണിക്കൂർ കഴിയുമ്പോൾ നീ പ്രശ്ന സങ്കീർണതകളിലേക്ക് നീ വീണ്ടും കൂട്ടുകുത്തുക. ലോകം തരുന്ന സമാധാനവും ആശ്വാസവും മണിക്കൂറുകളുടെ മിനിറ്റുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു പറയുക, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. കണ്ടോ, ശിഷ്യന്മാരുടെ പാദം കഴുകി മാതൃക കാണിച്ച് എന്തൊരു താഴ്മയാണ്. ഇവിടെ നിറം നോക്കുന്ന ഒന്നും പറയുന്നില്ല. സ്തോത്രം. നിറം നോക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, നിർത്താൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ് പത്മശ്രീ ഡോക്ടർ KJ യേശുദാസ്, അല്ലേ? മാസ്മരികമായ ശബ്ദത്തിന്റെ ഉടമ, ഗന്ധർവ നാദം. അദ്ദേഹം പാടിയ പാട്ടുകളൊക്കെ ചിലടത്ത് മൈക്കിലൂടെ കേൾക്കാൻ നല്ല ആശ്വസിക്കാനും പലർക്കും വലിയ കഴിവാണ്. പക്ഷേ ആ കേൾപ്പിക്കുന്ന ആരാധനാലയത്തിലേക്ക് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? യേശുദാസിന്റെ പാട്ട് കേൾക്കാം, യേശുദാസിനെ അകത്ത് കയറ്റത്തില്ലെന്ന്. എന്റെ കർത്താവ് മുഖപക്ഷമില്ലാത്തവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിൽപ്പെട്ടവനെയും നീതി പ്രവർത്തിക്കുന്നവനെയും യഥാർത്ഥമായി അംഗീകരിക്കുന്ന കർത്താവ്. മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ചുകൊണ്ട് യഹൂദരും ശമര്യരും തമ്മിൽ ബന്ധമില്ലാതിരിക്കുമ്പോ നട്ടുച്ച നേരത്തെ വെള്ളത്തിനായി കിഴക്കിന്റെ അരികത്തിലേക്ക് വന്ന ശമര്യക്കാരി സ്ത്രീയുടെ അടുക്കിലേക്ക് ചെന്ന അവളെ ആശ്വസിപ്പിച്ച, അവിടെ കുറവുകളെ വെളിപ്പെടുത്തി അവളെ ഒരു സുവിശേഷകയാക്കിയ കർത്താവ്. ഇവിടെ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി രാജസ്ഥാനിൽ സവർണ അധ്യാപകർ കുടിക്കാൻ വെച്ചിരുന്ന കുളത്തിലെ വെള്ളമെടുത്ത് സമൂഹം ദളിതരെന്നും കറുത്തവനെന്നും മുദ്രകുട്ടിയ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി ആ കുളത്തിൽ നിന്ന് വെള്ളമെടുത്തതിന് ആ കുഞ്ഞിനെ അടിച്ചു വന്ന ഭാരതത്തിലാണ് ചിന്തിക്കുന്നത്. ഒരു പശുവിന് കിട്ടുന്ന പരിഗണന പോലും മിണ്ടാപ്രാണികളായിരുന്ന മനുഷ്യർക്ക് കിട്ടാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു വന്നിട്ട് അവരുടെ കാരണം ഹൃദയമെടുത്ത് പൂജയും ദുർമന്ത്രവാദം നടത്തുന്ന ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. സ്തോത്രം. യേശു സഹോദര, ഉടപ്പിറപ്പേ, തകർന്നവനെ നിനക്ക് വേണ്ടി കാൽവരിയിൽ യാഗമാണ്. ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല.
നീ കാത് കുത്തി തുളയ്ക്കേണ്ട, നാക്ക് കുത്തി തുളയ്ക്കേണ്ട, കവിള് വലിച്ചു കയറണ്ട, നീ ഉരുളണ്ട പെരുളണ്ട, തീക്കുണ്ടത്തിൽ എടുത്തിയാടേണ്ട, തീയെടുത്ത് വായിലിടണ്ട, നീ മല കയറണ്ട, നീ ഇറങ്ങണ്ട. യേശു നിനക്ക് വേണ്ടി യാഗമായി തീർന്നു, പ്രായശ്ചിത്ത യാഗമായി തീർന്നു, പാപപരിഹാര യാഗമായി തീർന്നു. ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശി മരണം സഹോദര നിനക്കും കൂടെ വേണ്ടിയാ. എന്റെ യേശു കാൽവരി ക്രൂശിൽ കിടന്ന് കൈകാലം കടിച്ചൊരു നിസ്സഹായനല്ല. ആരാമ്യ പാപത്തിൽ തകർന്നുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ ആത്മസ്വരൂപനായ ദൈവം ജഡശരീരം എടുത്ത് ലോകത്തിൽ വന്ന് എന്റെയും നിങ്ങളുടെയും ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്നവരുടെയും മാനവകുലത്തിന്റെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ആ കാൽവരി ക്രൂശിനെ നോക്കുമ്പോൾ തത്വജ്ഞാനികൾക്കും ബുദ്ധിജീവികൾക്കും ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാ അപ്പോസ്തലൻ പറഞ്ഞത്, യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അത് ദൈവത്തിന്റെ മർമ്മമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക്കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷകത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം പോഷകമാക്കി. ക്രൂശിലാണ് ദൈവത്തിന്റെ ജ്ഞാനം. ക്രൂശിൽ ശരീരമാസകലം മുറിവേറ്റവനായി ഇറച്ചിക്കടയിൽ ഒരു ഇറച്ചി കഷ്ണം തൂങ്ങിക്കിടക്കുന്നത് പോലെ ചോരവാർന്നിരിക്കുന്ന യേശുവിനെ കാണുമ്പോൾ തത്വജ്ഞാനികൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാ എം അക്ബറിനെ പോലുള്ളവർ പറയുന്നത്, തന്നെത്താൻ രക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളുടെ ദൈവത്തെ ആർക്ക് വേണമെന്ന് പറയുന്നത്. വേണം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ആ ദൈവശക്തി ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം ഈ ദേശത്ത് സഞ്ചരിക്കാം. അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾ ശക്തികൾ ഈ ദേശത്തുനിന്ന് ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കുന്നു. ഒരു കൂട്ടം ജനം ഓടി വന്ന് ആലയത്തിൽ വീഴാൻ പോവാ. ഹല്ലേലൂയ. സ്വസ്ഥത നഷ്ടപ്പെട്ടവര്, സമാധാനം നഷ്ടപ്പെട്ടവര്, ആശ്വാസത്തിനായി പല സ്ഥലങ്ങളിൽ പലയിടത്തും പോയി കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് രൂപ മുടക്കി നഷ്ടം തിരിഞ്ഞവര് യേശുവിന്റെ പാതാരത്തിൽ വീഴാൻ പോവുക. ആശ്വാസം കണ്ടെത്തുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. പ്രിയപ്പെട്ടവരെ, മതം മനുഷ്യന്റെ ചുമലിൽ വെച്ചിരിക്കുന്ന മുഖം അത് കഠിനമായി. യേശു പറഞ്ഞു, എന്റെ മുഖം മൃദുവും എന്റെ ഭാരം ചുമട് ലഘുവ. സിമ്പിളാണ് സുവിശേഷം. നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത് പോലെ യേശുവിനെ കർത്താവെന്ന് നിങ്ങൾ വായു കൊണ്ട് ഏറ്റുപറയുകയും ദൈവം സ്വന്തം പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. എത്ര സിമ്പിളാ സുവിശേഷം, എത്ര സിമ്പിളാ. ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിത്യശിക്ഷാവിധിക്ക് ഇടയായിത്തീരും. മരണത്തിന് ശേഷം രക്ഷിക്കപ്പെടാത്ത, പാപമോചനം ലഭിക്കാത്ത മനുഷ്യനെ കാത്തിരിക്കുന്നത് ഒരു യാതനാ സ്ഥലം. അതിനപ്പുറമായി അന്ത്യന്യായവിധി ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏത് മനുഷ്യനെയും ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള നിത്യ നരകാഗ്നിയിൽ പോയി വീഴാതിരിക്കാൻ ഒരു നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? യേശുവേ, അങ്ങാണ് ആശ്വാസദായകൻ. ഈ ലോകമാകുന്ന മരുഭൂമിയിലെ മരിപ്പച്ച എന്റെ യേശുവാണ്. ഈ ലോകമാകുന്ന സമുദ്രം നീന്തിക്കിടക്കാൻ കഴിയാതെ മനുഷ്യൻ കൈകാലം കഴിക്കുമ്പോൾ ആ ലോകമാകുന്ന സമുദ്രം നീന്തിക്കിടക്കുവാൻ കഴിയുന്ന യേശു ഒരു യാനമാണ്, ബോട്ടാണ്. ലോകമാകുന്ന ടൈറ്റാനിക് കപ്പൽ തകരാൻ പോകുന്നു. ലൈഫ് ബോട്ടാകുന്ന യേശു ക്രിസ്തു നിന്റെ ഹൃദയകവാടത്തിന്റെ അടുത്തുകൂടെ ഇങ്ങനെ മുട്ടി പോവുക. മകനെ, മകളെ, നീ ഈ നിമിഷം വരെ പാപഭംഗിതമായ ജീവിതത്തിലൂടെ നടന്നു. നിനക്ക് വേണ്ടിയാണ് നീ മീറ്റിംഗ് നടത്തുന്നത്. നിനക്കൊരു നിമിഷം കിടക്കുന്ന കിടപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ, നടക്കുന്ന നടപ്പിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ എല്ലാം തകർന്ന നിരാശ ബാധിച്ച് നഷ്ടബോധത്താൽ നെരിപ്പോട് പോലെ നീറിപ്പകയുന്ന സഹോദര, സഹോദരി,
ഇല്ല, എനിക്ക് മരിച്ചാൽ മതി. എന്തിന് ഈ നരകതുല്യമായ ജീവിതം, ഈ ശാപം പിടിച്ച ജീവിതം എന്തിനാ? നിന്നെ യേശുവിന് വേണം മകളെ. ഉണ്ണികൃഷ്ണനെയും ഷമീറിനെയും ശിഖാപതിയെയും ഗോപാലകൃഷ്ണനെയും ശിവൻകുട്ടിയെയും രാജുവിനെയും മത്തായിയൊക്കെ രൂപാന്തരപ്പെടുത്തിയ യേശുവിന് നിന്നെ ആവശ്യമുണ്ട് മകനെ, മകളെ. ഒരു നിമിഷം നിനക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? യേശുവേ, ഞാനൊരു പാപിയാണ് കർത്താവേ. എനിക്ക് ഈ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു നല്ല ഭർത്താവായി, നല്ല മകനായി, നല്ല അച്ഛനായി, നല്ല സഹോദരനായി എനിക്ക് ജീവിക്കണം. എനിക്ക് നിത്യജീവൻ വേണം. യേശുവേ, ഞാനൊരു പാപിയാണ് എന്ന് ആത്മാർത്ഥമായി ഏറ്റുപറയുന്ന നിങ്ങൾക്ക് വേണ്ടി കർത്തദാസന്മാർ പ്രാർത്ഥിക്കും. ഒരു വചനം പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. നിങ്ങൾ എന്നെ ഓർത്ത്, പ്രവർത്തനങ്ങളെ ഓർത്ത്, എൻ്റെ അമ്മയെ ഓർത്ത്, ഭാര്യയും കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, അത് യേശു ക്രിസ്തു എന്ന നാമമെന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് സമയപരിമിതി മൂലം വൈകി ഞാൻ പാസ്റ്റർ ശിവൻകുട്ടി അവർക്ക് കൈമാറുന്നു. ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. വളരെ അനുഗ്രഹീതമായ ദൈവിക വചനം കഥാവിൽ ബഹുമാന്യ ദൈവദാസനിലൂടെ കേൾപ്പാൻ തക്കവണ്ണം ഇടയായല്ലോ. ഹല്ലേലൂയ. ഒരു പാട്ടുപാടി ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ശേഷം പ്രാർത്ഥിക്കാൻ നമുക്ക് താല്പര്യമുള്ളവർക്ക് കടന്നു വരും. ശുശ്രൂഷിച്ച കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ ഉണ്ണികൃഷ്ണൻ അവർ തന്നെ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 11-ാം അധ്യായം ഹല്ലേലൂയ 28-29 കേന്ദ്രീകൃത ബിന്ദുവാക്കിക്കൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. തൻ്റെ സാക്ഷ്യം കേട്ടല്ലോ. 33 കോടി ദേവന്മാരെയും വക്ഷാരാധന മൂർത്തികളെയും കാവിനെയും കരയെയും സകല ഹല്ലേലൂയ ദൈവങ്ങളെയും വിളിച്ച് ഹല്ലേലൂയ പറഞ്ഞിട്ടും നിലവിളിച്ചിട്ടും ഹല്ലേലൂയ സൗഖ്യമോ വിടുതലോ ലഭിക്കാതെ ഹല്ലേലൂയ സത്യദൈവമായ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ താൻ അഭയം പ്രാപിച്ചപ്പോൾ മാത്രമാണ് തന്റെ ജീവിതത്തിൽ മാറ്റം വരുവാൻ തക്കവണ്ണമിടയായത്. ആ നിത്യനായ ദൈവത്തെ ഹല്ലേലൂയ ഇനി വീണ്ടും വരും നമ്മെ ചേർക്കുവാൻ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ആ കർത്താവിന്റെ വരവിൽ ഹല്ലേലൂയ നാം ഓരോരുത്തരും ചേർക്കപ്പെടുവാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് രാത്രികാലം ആ വചനത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേൽക്കാം. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ
എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാമല്ലോ. വളരെ അനുഗ്രഹീതമായി വളരെ ഐശ്വര്യമായിട്ട് ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിപ്പിച്ച കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ ഉണ്ണികൃഷ്ണൻ പിള്ള അവരോടുള്ള സ്നേഹവും നന്ദിയും സഭാപരമായിട്ടും ഞങ്ങളുടെ ഏവരുടെയും പേരിൽ ഞങ്ങൾ ഹാർദവമായി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് സഹായിച്ച ദൈവദാസന്മാർ, പാടിയ കുഞ്ഞുങ്ങൾ, അതുപോലെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ കർത്താവിനും ബഹുമാന്യ ദൈവദാസന്മാർ, ജോൺസൺ പാസ്റ്റർ, ജോൺസൺ നോഹ ദൈവദാസൻ, അതുപോലെ തോമസ് പാസ്റ്റർ, ശശാൽ, കടന്നു വന്ന അനിൽ ദൈവദാസൻ, ശശലോകനക്കുട്ട ദൈവദാസൻ, എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവരൊക്കെ പ്രാർത്ഥന കഴിഞ്ഞതിന് പ്രാർത്ഥിച്ച് ഇതിന് ശേഷം തീർച്ചയായും മുൻപോട്ട് കടന്നു വന്നാൽ കർത്താവിൻ്റെ ബഹുമാന്യ ദൈവദാസൻ പ്രാർത്ഥിക്കും. നാം ഒരുമിച്ച് പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ ബഹുമാന്യ ഭാഗ്യദാസൻ ജോൺസൺ പാസ്റ്റർ ചെങ്ങമനാട് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. പ്രാർത്ഥിക്കാം. തലങ്ങളെ ഉണ്ടാക്കാം. ഇന്ന് കേൾപ്പിച്ച നല്ല തിരുവചനങ്ങൾക്കായി കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി കടന്നു വന്ന എല്ലാ ജനവും അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രി സമയം നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഒരു പ്രാവശ്യം കൂടി ഏഴകളായ ഞങ്ങൾക്ക് കർത്താവേ നീ ഭാഗ്യം നൽകിയത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ കർത്താവേ പാപത്തിൽ നിന്ന് വിടുവിച്ച ലോകരക്ഷകനായ യേശുവിനെ ഒരിക്കൽ കൂടി കർത്താവേ പരിചയപ്പെടുത്തുവാനും ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഓർക്കുവാനും ഒരിക്കൽ കൂടി ഞങ്ങളെ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഈ മദ്രസഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് പ്രവർത്തിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്ററായി പ്രാർത്ഥിക്കുകയാണ്. കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. കർത്താവെ, പലവിധമാകുന്ന ഭാരങ്ങളാലും പ്രയാസങ്ങളാലും കർത്താവെ ആയിരിക്കുന്നുവെങ്കിലും ദൈവിക സമാധാനവും സന്തോഷവും തന്റെ ജനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തോട് കർത്താവെ അറിയിപ്പിക്കേണ്ട ദൂത് കർത്താവെ തന്റെ ദാസനിൽ കൂടി കർത്താവെ കേൾപ്പിക്കാനിടയായല്ലോ. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ വീണ്ടും വീണ്ടും കർത്താവിന്റെ വചനം അറിയിപ്പാൻ ദാസന്മാരെ കർത്താവിന് ഒരുക്കിയതുകൊണ്ട് സ്തോത്രം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് നിത്യരക്ഷയ്ക്ക് അവകാശികളായി തീരുവാൻ ഈ ദേശത്തെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുക്കുവാനാകണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മദ്യപാനത്തിൽ നിന്നും കർത്താവേ പാപചിന്തയിൽ നിന്നും പാപ വഴികളിൽ നിന്ന് മടങ്ങി കർത്താവിലേക്ക് മടങ്ങി വരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നിത്യ നരകത്തിന് യോഗ്യരായി തീരാതെ നിത്യരക്ഷയ്ക്ക് നിത്യരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഇന്നത്തെ കർത്താവേ ഈ മീറ്റിംഗ് മുഖാന്തരം, ഈ കർത്താവേ മെസ്സേജ് മുഖാന്തരം, കർത്താവേ ഈ പ്രാർത്ഥന മുഖാന്തരം ഈ ദേശത്തിന് വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവേ, കടന്നു വന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കണമേ. ഇന്ന് വചനം ശുശ്രൂഷിച്ച കർത്താവേ ഉണ്ണികൃഷ്ണൻ പിള്ളയ്ക്കായി സ്തോത്രം. ദൈവദാസനെ ദൈവമേ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ വിലപ്പെട്ട ദാസനാണ്. അനേക സ്ഥലങ്ങളിൽ പോയി കർത്താവിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, നിന്റെ ദാസനെ വീണ്ടും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. പാസ്റ്റർ ഉണ്ണികൃഷ്ണൻ പിള്ളയെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകം വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവേ, എല്ലാവർക്കായി സ്തോത്രം. തന്റെ കാലാവസ്ഥ അനുകൂലമാക്കി തന്നതിനാൽ സ്തോത്രം. കർത്താവേ, കർത്താവെ വിളിച്ചൊക്കെ കർത്താവെ അത് അനുകൂലമാക്കി തന്നതിനാൽ സ്തോത്രം. കടന്നു വന്ന കർത്താവ് പ്രിയപ്പെട്ടവരെ യാത്രയിലെല്ലാം സൂക്ഷിച്ചതുകൊണ്ട് സ്തോത്രം. അവർ മടങ്ങിപ്പോകുന്ന തിരുസാലത്ത് അവരുടെ കൂടെ ഇരിക്കണമേ. കർത്താവെ, ഒരു ആപത്ത് പുലർത്തന്മാർക്കും വരാതെ ദൈവം കർത്താവെ സൂക്ഷിക്കണമേ. ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് എല്ലാ
പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. നമ്മോട്ട് വിളിച്ചിട്ട് എല്ലാ കാര്യത്തിലും കേൾക്കപ്പെട്ടതാകുന്ന ദൈവത്തിൽ കുറ്റപ്പെടുത്തി ദൈവദാസന്മാരുടെയും അതിൻ്റെ മാതാക്കളോ പിതാക്കന്മാരോ ഏവരും ഇപ്പോഴും എപ്പോഴും മിതമായും അറിയിക്കപ്പെടുന്ന അനേക കാര്യങ്ങൾ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ ദാസനോട് പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുള്ളവർക്കെല്ലാം ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതിനായിട്ട് ഹല്ലേലൂയ സമയത്തെ പറഞ്ഞു.